ബി.ജെ.പിയെ വെട്ടിലാക്കി തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ്. നമ്മുടെ ആളുകളെ സഹായിച്ചെന്നും വായ്പയെടുത്തവർ പണം തിരിച്ചടയ്ക്കാൻ വൈകി എന്നും കുറിപ്പിലുണ്ട്. പുറത്തുവരുന്നത് ഗൗരവമുള്ള വിഷയമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. അനിലിനെ ബി.ജെ.പി ചതിച്ചെന്ന് CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് കുറ്റപ്പെടുത്തി. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കുവാൻ കാലതാമസം ഉണ്ടാക്കി. ഇതാണ് അതിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാരണം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെ ഗവൺമെൻറ്റിനെയും CPIMനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ന് BJPക്കാർ നടത്തുന്ന സമരം വെറും അപഹാസ്യമായി മാറുമെന്ന് മാത്രമല്ല, ഈ കാര്യം നാട്ടുകാർക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ രണ്ട് ഭാഗത്താണ് BJP മറുപടി പറയേണ്ടത്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. ആരാണ് ഈ നമ്മുടെ ആൾക്കാർ? BJPയുടെ ആരെല്ലാമാണ് ഇതിനകത്ത് പെട്ടിട്ടുള്ളത്? BJPക്ക് എന്തു പറയാനുണ്ട് എന്നുള്ളത് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. CPIMന്റെ രാഷ്ട്രീയ വേട്ട അവസാനിപ്പിക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ പറഞ്ഞു. തിരുമല അനിൽ പ്രസിഡന്റായ വലിയശാല ഫാം ആൻഡ് ടൂർ സഹകരണ സംഘം പാർട്ടിയുടെ നിയന്ത്രണത്തിലല്ല എന്നാണ് BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ പ്രതികരണം. എന്നാൽ പ്രതിസന്ധിയെക്കുറിച്ച് അറിയാമായിരുന്നു എന്നും കരമന ജയൻ പറഞ്ഞു. അലക്സ് റാം മുഹമ്മദാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അലക്സ്, ഈ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം പുറത്തു വരുമ്പോഴാണല്ലോ ഇപ്പോൾ അത് CPIM രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത്. BJP നേതൃത്വം എന്തു മറുപടി നൽകുന്നു? അതിന് എന്തൊക്കെയാണ് വിവരങ്ങൾ, അലക്സ്? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരസഭയിലെ തിരുമല വാർഡ് കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ആ കാരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. വലിയശാലയിൽ അദ്ദേഹം നേതൃത്വം നൽകിയിരുന്ന ഫാം ആൻഡ് ടൂർ സഹകരണ സംഘവുമായി, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും BJP വലിയ പ്രതിരോധത്തിലായിട്ടുണ്ട്. CPIM ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ CPIMന് കോർപ്പറേഷൻ പ്രചാരണത്തിന് കിട്ടിയ വലിയ ആയുധമായി അവർ അത് മാറ്റുകയാണ്. CPIM പറയുന്നത് ഈ സംഘം, ഈ സൊസൈറ്റി സാമ്പത്തിക പ്രതിസന്ധിയിലായതിനു പിന്നിൽ BJPയാണ്. BJP നേതാക്കൾ അവിടെ നിന്ന് വായ്പയെടുത്ത് ആ വായ്പ അടയ്ക്കാതെ മുങ്ങിയതിനെ തുടർന്നാണ് ആ സംഘം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതും തുടർന്നത് അനിലിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതും എന്നാണ് അവർ പറയുന്നത്. ഈ ക്രമക്കേടിൽ, ഈ സംഘം തകർന്നതുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ BJP നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് CPIM ആവർത്തിച്ചു പറയുന്നത്. അപ്പോൾ അതേ സമയത്ത് BJP പറയുന്നതാകട്ടെ അനിലിൻ്റെ ആത്മഹത്യ CPIM പോലീസ് ഗൂഢാലോചനയുടെ ഫലമെന്നാണ്. കാരണം ഇന്ന ദിവസത്തിനുള്ളിൽ 5 ലക്ഷം രൂപ നൽകണമെന്ന തരത്തിൽ തമ്പാനൂർ പോലീസ് അനിലിനെ ഭീഷണിപ്പെടുത്തി. അത് CPIMൻ്റെ ഒത്താശയോടെയായിരുന്നു ആ ഭീഷണിപ്പെടുത്തൽ. അതിൽ മനംനൊന്താണ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്തതെന്ന് BJPയും ആരോപിക്കുന്നുണ്ട്. ആ തരത്തിൽ BJP ഇന്ന് ആ ആരോപണം ഉന്നയിച്ച് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. BJP ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരനാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇതിൽ ഇങ്ങനെയൊക്കെ BJP പ്രതിരോധിക്കുമ്പോഴും BJP വെട്ടിലാകുന്ന കാര്യം ഇന്ന് തിരുമല അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു എന്നുള്ളതാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നു, ഈ സഹകരണ സൊസൈറ്റിയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരുന്നു എന്ന് അനിൽ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ സംഘങ്ങളിലും ഉള്ളതുപോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇവിടെയും ഉണ്ടായിരുന്നു. ഇതുവരെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു. നേരത്തെ പോലെ ചിട്ടിയോ ദിവസ വരുമാനമോ ഇല്ലാതെയായി. ഈ FTയിലുള്ള ആളുകൾ അവരുടെ പണത്തിന് കാലതാമസം തരാതെ ആവശ്യത്തിലധികം സമ്മർദ്ദം തരുന്നു എന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് BJP വെട്ടിലാക്കുന്നത്. നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട്, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി വായ്പ തിരിച്ചടയ്ക്കാൻ നൽകിയിട്ടും കാലതാമസമുണ്ടാക്കി. താനോ സംഘത്തിലെ മറ്റുള്ളവരോ ചേർന്ന് ഒരു ക്രമക്കേടും നടത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് അത്തരമൊരു ക്രമക്കേടും ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ താൻ ഒറ്റപ്പെട്ടു പോയി എന്നുമാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഇപ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ BJP വെട്ടിലായിരിക്കുന്നത്. അത് നമ്മുടെ ആൾക്കാരെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് BJPക്കാരെയാണ്, സംഘപരിവാറുകാരെയാണ്, അനിലുമായി ബന്ധപ്പെട്ട അത്തരം അടുപ്പക്കാരെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് CPIM അർത്ഥശങ്ക
ആശങ്കയ്ക്കിടയില്ലാതെ CPM ആരോപിക്കുന്നു. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് അത് ഗൗരവതരമായ വിഷയമാണെന്നാണ് പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ അനിലിൻ്റെ ഭാര്യ തന്നോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിൽ താൻ അത് പുറത്തു പറയേണ്ടി വരുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു. ഒപ്പം വി ജോയ് ഇന്നിപ്പോൾ കുറച്ചു മുമ്പ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഈ നമ്മുടെ ആൾക്കാർ എന്നത് ആരാണ് എന്ന് BJP തുറന്നു പറയണം. BJP കൊലയ്ക്ക് കൊടുത്തതാണ് അനിലിന് എന്ന് CPM ആരോപിക്കുന്നുണ്ട്. സമാനമായി തന്നെ മറു ആരോപണങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ പോലും വലിയ പ്രതിരോധത്തിലാണ് BJP. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തൻ്റെ പ്രതിസന്ധി ഇതാണെന്ന് പാർട്ടിയെ അനിൽ അറിയിച്ചിരുന്നു, അതായത് തിരുമല അനിൽ അറിയിച്ചിരുന്നു. പക്ഷേ നേരത്തെ തന്നെ പുറത്തു വന്നതാണല്ലോ. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ അത് സ്ഥിരീകരിച്ചതാണല്ലോ. അദ്ദേഹത്തെ വന്ന് കണ്ടിരുന്നു ഈ അനിൽ എന്നുള്ളത്. അപ്പോൾ ഇത് പാർട്ടി നേതൃത്വത്തിന് അറിയാമായിരുന്നു ഈ പ്രതിസന്ധിയെക്കുറിച്ച്, വലിയ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച്. പക്ഷെ അപ്പോഴൊന്നും ഒരു ഇടപെടൽ അതിന് പാർട്ടി നേതൃത്വം മുതിർന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അലക്സ്? അത് ശരിവെക്കുന്ന തരത്തിൽ, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലേക്കാണ് ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ, പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഉന്മേഷ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ കത്തിൽ BJPയുടെ പേര് പരാമർശിക്കുന്നില്ല എന്നുള്ളത് പ്രതിരോധിച്ചായിരുന്നു BJP നിന്നതെങ്കിൽ ഈ നമ്മുടെ എന്നത് BJP ഈ ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിലൊക്കെ സമൂഹത്തോട് വിശദീകരിക്കേണ്ടി വരും. ഈ നമ്മുടെ എന്ന് ഉദ്ദേശിച്ചത് ആരാണ്? ഇപ്പോൾ വി മുരളീധരൻ അടക്കം പറയുന്നത് അത് അദ്ദേഹവുമായി അടുപ്പമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരാർക്ക്, അതായിരിക്കും അദ്ദേഹം അങ്ങനെ നമ്മുടെ എന്ന് വിശേഷിപ്പിച്ചത്, അതല്ലാതെ പാർട്ടിക്കാരാകാൻ സാധ്യതയില്ല എന്ന് വി മുരളീധരൻ പറയുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കളോട്, അത് സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനോടും അതുപോലെ രാജീവ് ചന്ദ്രശേഖരനോടക്കം അദ്ദേഹം ഈ സാമ്പത്തിക പ്രതിസന്ധി വ്യക്തമാക്കിയിരുന്നതായാണ് ലഭിക്കുന്ന വിവരം. അത് സ്ഥിരീകരിക്കുന്നുണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം 2 ദിവസം മുമ്പ് തിരുമല അനിലിനെ കണ്ടതായി തന്നെ ഈ അനുശോചനക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന വിശദീകരണം അത് നേമം മണ്ഡലം സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അദ്ദേഹം കണ്ടതെന്നാണ്. പക്ഷേ മണ്ഡലം സമ്മേളനമാണെങ്കിൽ പോലും ഈ നീണ്ട ദിവസങ്ങളിലെ വലിയ പ്രതിസന്ധിയിലും മാനസിക സമ്മർദ്ദത്തിലും കഴിയുന്ന തിരുമല അനിൽ സ്വാഭാവികമായി ഇതിൽ പാർട്ടിയുടെ സഹായം തേടുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അത് മാത്രമല്ല BJP ജില്ലാ അധ്യക്ഷനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മൾ ഇന്നിപ്പോൾ കരമന ജയനോട് ഈ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. കരമന ജയൻ പറയുന്നത് ഇതിൽ ഔദ്യോഗികമായൊരു വിശദീകരണം അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു പരാതി എന്ന നിലയ്ക്കോ ഒന്നും BJP നേതൃത്വത്തെ സമീപിച്ചിട്ടില്ല തിരുമല അനിൽ എന്നാണ്. തൻ്റെ സാമ്പത്തിക പ്രതിസന്ധി BJP ജില്ലാ നേതൃത്വത്തെ ഔദ്യോഗികമായി അല്ല അറിയിച്ചിട്ടില്ല. ഔദ്യോഗികമായി അറിയിച്ചിരുന്നെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുമായിരുന്നു. അങ്ങനെ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് BJPക്ക് അതിൽ ഇടപെടാൻ സാധിക്കാത്തത് എന്നൊരു മറുപടിയാണ് ഇപ്പോൾ BJPയുടെ ജില്ലാ അധ്യക്ഷൻ നൽകുന്നത്. അസന്നിഗ്ധമായി പറയാം, ഇതിലിപ്പോൾ അനിലിനെ BJP ജില്ലാ നേതൃത്വം കൈയൊഴിയുന്ന സാഹചര്യമാണ് ഈ നിലവിൽ കാണുന്നത്. കാരണം BJP സംബന്ധിച്ച് പാർട്ടി വലിയ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.